ഇംഗ്ലീഷ് ടൈപ്പിംഗ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിഞ്ഞോളണമെന്നില്ല. അഥവാ അതിൻ്റെ ഗ്രാമറുകളും മറ്റുമൊന്നും കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല, പ്രത്യേകിച്ചും എന്നെപ്പോലെയുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്രാമറൊന്നും തെറ്റാതെ തന്നെ, ഇനി അഥവാ തെറ്റിയാൽ അതിനെ ഓട്ടോമാറ്റിക്കായി തന്നെ കൃത്യമായ രീതിയിലേക്ക് മാറ്റിത്തരികയും അത് നമുക്ക് നമ്മുടെ ഏത് രീതിയിലുള്ള ടൈപ്പിംഗ് ആണോ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തു. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ പുതിയ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അങ്ങനെയും ചെയ്യാം. ഞാൻ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് ലോഗിൻ ചെയ്യുന്നത്. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കീബോർഡ് എനേബിൾ ചെയ്ത് കൊടുത്ത് വീണ്ടും പുറകോട്ട് പോവുക. ശേഷം സെലക്ട് ക്ലവർ ടൈപ്പ് ഇൻപുട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ആയിട്ടുള്ളത് തന്നെ ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഓട്ടോ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കറക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിസ്പ്ലേ സജഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വേർഡുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ സജസ്റ്റ് ചെയ്ത് നമുക്ക് കാണിക്കും. അതും എനേബിൾ ചെയ്യുക. അതുപോലെ ഓട്ടോ ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരവും അതിൻ്റെ ആവശ്യമായ സ്ഥാനത്ത് ഓട്ടോമാറ്റിക്കായി സെറ്റാവുന്ന രീതിയാണത്. അതോടൊപ്പം തന്നെ നമ്പർ റോ എന്നുള്ളതുമുണ്ട്. അതും എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. ഇത്ര മാത്രമാണ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോ നൽകാം, ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക. ഇപ്പോൾ വാട്സപ്പിലോ അതല്ലെങ്കിൽ മറ്റെന്തിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ വേറെയും ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഈസ് ദിസ് കീബോർഡ് കുറച്ച് തെറ്റിച്ചിട്ട് ഞാൻ എഴുതും, അഥവാ ഗ്രാമർ തെറ്റിച്ചിട്ട് ഈസ് ദിസ് വേസ്റ്റ് എന്ന് ഞാനിവിടെ എഴുതി. ഇത് കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് അല്ല, ഇതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്ന എ എന്നുള്ളൊരു ലെറ്ററോട് കൂടിയ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള ലെറ്റർ ഇവിടെ വേർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈസ് ദിസ് കീബോർഡ് ദ ബെസ്റ്റ്, അങ്ങനെയാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി ഇതിന് നമുക്ക് കുറച്ചുകൂടി മസാലകളൊക്കെ ചേർക്കാൻ സാധിക്കും. അതിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇതാണ് കൃത്യമായിട്ടുള്ള വേർഡ്. അപ്പോൾ അതിനുവേണ്ടി റീപ്ലേസ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ റീപ്ലേസ് ആയി വരുന്നതായിരിക്കും, അഥവാ നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗം. ഇനി അതിന് തൊട്ടിപ്പുറത്തായി ഒരു AI ഐക്കൺ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ടൈപ്പ് ചെയ്ത വേർഡ് മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ റീറൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സജസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ ഒരു വാക്ക് ഏതെല്ലാം രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ആ ഭാഗം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കാഷ്വൽ രീതിയിലേക്ക്, അതുമല്ലെങ്കിൽ റൊമാൻറ്റിക്, അതുമല്ലെങ്കിൽ കൺവെൻഷനൽ, അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫൺ അങ്ങനെ തുടങ്ങിയ നിരവധിയുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതിനെ വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ചാറ്റ് GPT-യും ലിങ്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേർഡ് ഉപയോഗിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും വലിയ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം റീപ്ലേസ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നീട് അവിടെ ടൈപ്പായിട്ട് വരുന്നത്. അഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആൻസറും ചാറ്റ് GPT സഹായത്തോടു കൂടി ഈ ഒരു കീബോർഡിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. ടൈപ്പ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അൺഡു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റിട്ടേൺ ആരോ മാർക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ രീതിയിൽ എന്താണോ ടൈപ്പ് ചെയ്തത് അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ
3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റീഡോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷനിലേക്ക് ഇത് മാറുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കീബോർഡാണിത്. എന്ത് ടൈപ്പ് എത്ര വലിയ ടൈപ്പും ആയിക്കോട്ടെ നിങ്ങൾക്കതിൻ്റെ ഗ്രാമറുകൾ കൃത്യമായിട്ട് ഈ ഒരു കീബോർഡിൻ്റെ സഹായത്തിൽ മാറ്റാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കീബോർഡിൽ നമുക്ക് ഫ്രീ ട്രയൽ ഓപ്ഷനിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും പിന്നീട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗത്തിന് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കുന്നതിൻ്റെ നഷ്ടമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗ്രാമർ മിസ്റ്റേക്കുകൾ കൂടുതലായിട്ടുണ്ട് എങ്കിൽ ആ ഗ്രാമർ മിസ്റ്റേക്കുകൾക്ക് തിരുത്താനും ഇംഗ്ലീഷ് നോളജിൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ അറിവുകൾ നേടാനും ഈ കീബോർഡ് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം അറിയുന്നില്ല എങ്കിൽ കീബോർഡിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ഓപ്ഷനുണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള നിരവധി ഓപ്ഷൻസ് ഉള്ള കീബോർഡാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പർച്ചേസ് ചെയ്യാം. സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി അതല്ല അതിൻ്റെ ഫ്രീ ട്രയൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു കീബോർഡാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.